ഹലോ, നമുക്കെല്ലാവർക്കും കൂടി ഇന്നേ ഒരു യു പിക്കാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയാലോ? ഇവിടുത്തെ ശ്രീകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അൽപ്പന. യു പിക്കാരിയാണ് ആൾ കേട്ടോ. നമ്മുടെ ക്വാർട്ടറിൻ്റെ 2 ക്വാർട്ടറിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അവരുടെ ക്വാർട്ടർ. അപ്പോൾ ഇന്ന് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട് എല്ലാവരും ചെല്ലണമെന്ന്. സാധാരണ ഇവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് പിള്ളേരെയാണ് വിളിക്കുന്നത്, പിള്ളേരാണ് പോകുന്നത്. പക്ഷേ ഇതിന് പേരൻസും എല്ലാവരുടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിരുന്നു. അപ്പം കുറേയൊക്കെ പേരൻസും വന്നിരുന്നു, ബാക്കി കുറേ പിള്ളേർ സെറ്റാട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കോട്ടറിനകത്ത് ഫുള്ളാണ്. 3 റൂമാണ് ഓൾറെഡി ഉള്ളത്. റൂമിലെല്ലാം ആൾക്കാരൊക്കെയാണ്. അപ്പോൾ കയറി ചെല്ലുന്ന ഗസ്റ്റ് റൂമുണ്ട്, അവിടെ വെച്ചിട്ടാണ് പാർട്ടിയും കാര്യങ്ങളും ഒക്കെ. ഇതാണ് ബർത്ത്ഡേ കേക്ക്. ബർത്ത്ഡേ ഗേളിനെ ഞാൻ കാണിച്ചുതരാം. ബർത്ത്ഡേ ഗേളിന് ഭയങ്കര നാണമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര നാണമാണ് വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ. ആ കാണുന്നതാണ് ബർത്ത്ഡേ ഗേൾ അൽപ്പന. പിന്നെ എൻ്റെ ഒന്നുകൂടെ പറയാം, ശ്രീകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര നാണം കേട്ടോ. നമ്മുടെ കൂട്ടല്ല, ഇവർക്ക് ഇങ്ങനെ ആരതി ഒഴിയുക, പ്രസാദം ഇടുക. നമ്മുടെയൊക്കെ നാട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്ക് ബർത്ത്ഡേക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ അങ്ങനൊന്നും ഇല്ലല്ലോ. ഒന്നെങ്കിൽ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യും. ഇവിടെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ചന്ദനവും മഞ്ഞൾ ചന്ദനവും ഒക്കെ ഇടുക. പിന്നെ ഒരു ഞാൻ കരുതി പായസമായിരിക്കുന്നു, പിന്നീട് അറിഞ്ഞ പായസമല്ല കേട്ടോ, തൈരാണ്. അപ്പോൾ തൈരും കൊടുക്കും, മഞ്ഞച്ചന്ദനം ചുമന്ന ചന്ദനം എല്ലാം ഇടും. അപ്പോൾ വരുന്ന എല്ലാവരും ഇടണമെന്ന്. അപ്പോൾ ഒരുപാട് ടൈം ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ വന്ന് ഇട്ട് കൊടുത്തിട്ട് പോയി. എല്ലാവരും ഇട്ട് കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ നല്ലൊരു ഒരു അനുഗ്രഹം ആണെന്നാണ് പറയുന്നത് ഇവരുടെ. ഇങ്ങനെയൊക്കെ ചന്ദനമൊക്കെ ഇട്ട് ആരതിയൊക്കെ ഒഴിയും. അപ്പോൾ എല്ലാവരും ഒന്നും ആരതി ഒഴിഞ്ഞില്ല, അവളുടെ അമ്മ മാത്രമേ ആരതിയൊക്കെ ഒഴിഞ്ഞുള്ളൂ. ഇതെല്ലാം ഓരോരോ നാട്ടുകാരാണ് കേട്ടോ. രാജസ്ഥാൻ, ബംഗാൾ, യു പി, ബീഹാർ, മഹാരാഷ്ട്ര, കേരള. ആകപ്പാടുള്ളൊരു കേരള ഞങ്ങളാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു പുതിയ തമിഴ് ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ കോട്ടൻ്റെ മേളിൽ തന്നെയാണ്. പിന്നെ പഞ്ചാബ്, എല്ലാ സംസ്ഥാനക്കാരുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി. ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ ഒരു എന്തോ പോലെ വീഡിയോയ്ക്കകത്തൊരു ലൈറ്റെല്ലാം കൂടെ വന്നപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് പോയി. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ കേക്ക് കട്ട് ചെയ്ത് 13 വയസ്സ് തികയുമായിരുന്നു കേട്ടോ. അപ്പോൾ ക്ഷമിക്കണം, 12 വയസ്സ് തികഞ്ഞ് 13 വയസ്സ് തുടങ്ങുമായിരുന്നു. അപ്പോൾ 13 ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടായിരുന്നു ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവിടെ പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. ഫുഡെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല കേട്ടോ, ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല ഇവിടെ ബർത്ത്ഡേക്ക് പാർട്ടിയുടെ ഫുഡ്. നമ്മുടെ നാട്ടിൽ ബർത്ത്ഡേക്കൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ബിരിയാണി അങ്ങനെ ഇങ്ങനെ ഊണ് സദ്യയൊക്കെയാണ്. ഇവിടെ അങ്ങനെയല്ല, ഒരു പായസം പോലും ഇല്ലാണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. ഏതൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചാലും സമൂസ മസ്റ്റാണ്. സമൂസ, മിച്ചർ, മിഠായി. പിന്നെ അതേ എന്തോ നമ്മുടെ നാട്ടിലൊരു സാധനം അതുപോലെ ഉണ്ടായിക്കൊണ്ടെന്ന് എന്തോന്ന് എനിക്കറിയത്തില്ല, അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. എന്നിട്ട് ഇത് എന്നോട് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പമാണ്. എനിക്കറിയത്തില്ല, ഇത് ഭയങ്കര പുളി ഇഡ്ഡലിമാവ് വെച്ചിട്ടുണ്ടാക്കിയ എന്തൊരു സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ, സീ യു.